ഹലോ. അപ്പോൾ ഞാൻ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ തിരിച്ച് ചേച്ചിയുടെ കൂടെ ദുബായിലേക്ക് പോവുകയാണ് ഗൈസ്. 2 മാസത്തെ ടൂറിസ്റ്റ് വിസ. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ദുബായിൽ ചില കാഴ്ചകളും ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാ കണ്ടോ, എൻ്റെ കുരുന്നുകളെ അവിടെ പോയപ്പോൾ കണ്ടു. ഭയങ്കര വികൃതി കുട്ടനാണ് യദു. ഇത് നീനു, അനിയത്തിയുടെ മക്കളാണ് രണ്ടുപേരും. ഭയങ്കര സ്മാർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. എന്ത് കുറുമ്പ് കാണിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. കുട്ടികളാകുമ്പോൾ കുറുമ്പ് വേണമല്ലോ, അങ്ങനെയാണല്ലോ അത്. പിന്നെ ഞാനും ഈ കുട്ടികളുടെ കൂടെ കൂടും. ഇത് അനിയത്തിയുടെ ഭർത്താവ് ഉണ്ണിയേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞാനങ്ങനെ ദുബായിലൊക്കെ അടിച്ചു പൊളിച്ചു ഗൈസ്. അപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനിടയിൽ കുറച്ച് കുറുമ്പ്. ഇത് ചേച്ചിയുടെ കൂടെ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ചേച്ചിയുടെ മോനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് എടുത്തുവെന്നേ ഉള്ളൂ. ഞങ്ങൾ ഐക്യയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ ദിവസമായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കിതിലൂടെ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അങ്ങനെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. കാരണം അവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര ക്ലീനാണ്, നല്ല സ്മൂത്തായിട്ട് പോകും. അത് കാരണം ഭയങ്കര ക്ഷീണമൊന്നും നമുക്ക് തോന്നില്ല യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലൊരു രസമാണ് നമുക്ക് എത്ര യാത്ര ചെയ്താലും നമുക്ക് ക്ഷീണമില്ലാത്തത് കൊണ്ട് നല്ല രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം എനിക്കിതൊന്നും ചെയ്ത് വലിയ ശീലമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ വീഡിയോസ് എടുത്തിട്ട് അതിൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായതുകൊണ്ട് കുറേ പ്രശ്നങ്ങളും പിഴവുകളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം എല്ലാവരും ഒന്ന് ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് മോളിലൊക്കെ പോയി ഒരു ബോബ കുടിക്കാൻ വേണ്ടിയിട്ട് MCCയിൽ പോയതാണ്. ബോബ ഭയങ്കര തണുപ്പായിരുന്നു. അതായത് എനിക്ക് ഉടനെ കുടിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. എനിക്ക് സാധിച്ചില്ല. ഞാൻ വലിയ ഡിമാൻഡ് കാണിച്ച് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ബോബ കിട്ടി. പക്ഷേ അത് ഭയങ്കര കൂളായിരുന്നു. തണുപ്പ് കൂടുതലായത് കാരണം എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റിയില്ല. കാരണം തൊണ്ട പ്രശ്നമാകും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയായിരുന്നു. ഇതാണ് ആ ബർത്ത്ഡേക്കാരി. അത് അനിയത്തിയുടെ ഹസ്ബൻഡ്, അത് ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ മോൻ, അനിയത്തിയുടെ മോൻ, അനിയത്തി, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഈ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുബായിൽ പോയിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ. എനിക്കവിടെ പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡ്രൈവർമാരൊക്കെ ഉണ്ട്. ഒന്ന് ചേച്ചി, ഒന്ന് അനിയത്തി, ചേച്ചിയുടെ ഭർത്താവ്, അനിയത്തിയുടെ ഭർത്താവ് ഒക്കെ, ചേച്ചിയുടെ മോൻ ഒക്കെ എൻ്റെ ഡ്രൈവർമാരാണ് തൽക്കാലത്തേക്ക്. എല്ലാവരും എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ എനിക്കതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞാലും അവിടെ പോയി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും വന്ന് ഭക്ഷണം കഴിക്കും, ഷോപ്പ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളതാണ്. ഞാൻ എന്തോ പറയുന്നുണ്ട് സത്യം. ആ പറയുന്നതിൽ കേൾപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് മോൻ്റെ അടുത്ത്, അനിയത്തിയുടെ മോൻ്റെ അടുത്ത്. ഈ നമ്മൾ കഴിക്കാനിരിക്കുന്ന ആ ഫുഡ് കോർട്ടിൽ വന്നിട്ട് അവിടെ എന്തെല്ലാം കിട്ടും, എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, അത് തന്നെയാണ്. കാരണം അതാണ് അവനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഞാൻ വീണ്ടും പറയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ വെറുതെ റീൽസിൽ ഷോർട്സ് ചെയ്യുന്നല്ലാതെ വീഡിയോസായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.